ഇത്തരത്തിൽ ഇനി പറഞ്ഞാലും തീരാത്ത ഓരോ നേതാക്കൾ തന്നെയാണ് നമ്മുടെ മുൻപിലിരിക്കുന്നത്. ഈ വേദിയിലിരിക്കുന്ന കുറച്ച് ആളുകൾ മാത്രമല്ല നമ്മുടെ നേതാക്കൾ. നമ്മുടെ മുൻപിലിരിക്കുന്ന നിങ്ങൾ എല്ലാവരും നേതാക്കളാണ്. നമ്മൾക്കറിയാം, നമ്മൾ ഒരുപാട് ബൈടെക്കിലൊക്കെ നേരിട്ട് നമ്മൾ പരിചയപ്പെടാറുണ്ട്. ഈ ബൈടെക്കിലൊക്കെ ഞാൻ പറയാറുണ്ട്, നമ്മൾ അണികളെ സൃഷ്ടിക്കുന്ന നേതാക്കന്മാർക്ക് നമ്മുടെ നാട്ടിൽ യാതൊരു പഞ്ചവുമില്ല. പഞ്ഞുണ്ടാവും. നമ്മൾ എത്രയോ നേതാക്കന്മാരെ നമ്മൾ ദിവസേന കാണുന്നുണ്ട്. നേതാക്കന്മാർ മാത്രമുള്ള പാർട്ടികളുണ്ട്. ഈ നേതാക്കന്മാരെ സൃഷ്ടിക്കലല്ല നമ്മുടെ പരിപാടി. നിങ്ങൾ ഓരോരുത്തരും നേതാവായി മാറിക്കൊണ്ട് മുന്നിട്ട് നിന്നുകൊണ്ട് നമ്മുടെ വരാനിരിക്കുന്ന തലമുറ നമ്മൾക്ക് വേണ്ടിയല്ല. നോക്കൂ, നമ്മുടെ കുഞ്ഞു മക്കൾ പോലും പങ്കെടുത്ത ഈ പ്രോഗ്രാമിൻ്റെ ആ ഭംഗി എന്തായിരുന്നെന്ന് അറിയാമോ? ഞാൻ ആ മുന്നിലിരുന്ന് നോക്കുകയായിരുന്നു. ആ പിക്കപ്പിലുണ്ടായിരുന്നൊരു 3-4 കുട്ടികൾ ഇരിക്കുന്ന കണ്ടില്ലേ? ആ കുട്ടികൾക്ക് ഈ പ്രോഗ്രാമിൽ വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ആ കുട്ടികളെ കൊണ്ടുവരേണ്ട രക്ഷിതാക്കൾക്ക് വലിയ കാര്യം ഉണ്ടായിരുന്നു? ഇല്ലെന്നേ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിന്റെ വീട്ടിലേക്ക് നിന്റെ കുഞ്ഞു മക്കളെ, അതല്ലെങ്കിൽ നിന്നെ തേടി നിന്റെ വീട്ടിലെ നിന്റെ സ്ത്രീ ജനങ്ങളെ തേടി വരുന്ന ആ നാളിലേക്ക് കാത്തിരിക്കുന്ന ഒരു മനുഷ്യനായി, ഒരു ഹിന്ദുവായി അല്ല നീ മുന്നോട്ട് വരേണ്ടത്. നിന്റെ കുഞ്ഞു കുട്ടിയാണെങ്കിൽ പോലും, നീ ആണെങ്കിൽ പോലും, നിങ്ങളിൽ ഓരോരുത്തരും അണിനിരന്നുകൊണ്ട് നമ്മുടെ വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൂടിച്ചേർന്നിരിക്കുന്നത്, അല്ലാതെ നമ്മൾക്ക് വേണ്ടിയിട്ടല്ല. ആണോ? നമ്മളിവിടെ 40 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് അല്ലേ കൂടുതലുള്ളത്. 40 വയസ്സ് ജീവിച്ചില്ലേ? നമ്മൾ ഈ കഴിയുന്ന അറബ് സംസ്കാരം ഫുഡ് കഴിച്ച് ഭക്ഷണം കഴിച്ച് നമ്മുടെ ജീവൻ ഏകദേശം 60-65 വയസ്സ് ഭാഗ്യം അല്ലേ കിട്ടിയാൽ. ഈ ഇനിയുള്ള 20-25 വയസ്സേ ഉള്ളൂ. ആ വയസ്സിലെങ്കിലും നമ്മുടെ കുഞ്ഞു മക്കൾക്ക്, വരാനിരിക്കുന്ന തലമുറയ്ക്ക്, വീണ്ടും ജനിക്കാനിരിക്കുന്ന തലമുറയ്ക്ക് അതേടാ ഞാൻ ഹിന്ദുവാടാ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ, പെറ്റ ഭൂമിയിൽ ജീവിച്ച് മുന്നോട്ട് പോവാൻ ഇനിയും നമ്മൾക്ക് അവകാശം ആ കുഞ്ഞു മക്കൾ നേടിക്കൊടുക്കാൻ നമ്മൾക്കായില്ല എന്നുണ്ടെങ്കിൽ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ മഴയാണ്, വേനലാണ്, അല്ലെങ്കിൽ ചൂടാണ്, വണ്ടിയില്ല, ബൈക്കില്ല, കാറില്ലെന്നും പറഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മുടെ സുഖദുഃഖങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മുടെ പേരക്കുട്ടികളൊക്കെ സുഖദുഃഖം, ആ കുഞ്ഞു മക്കളുടെ സുഖദുഃഖം സംരക്ഷിക്കാൻ വേണ്ടി ഇനി മുന്നിട്ടിറങ്ങാൻ നിങ്ങൾ ഇറങ്ങാൻ തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നഷ്ടമല്ല, നിങ്ങളുടെ വരാനിരിക്കുന്ന തലമുറയുടെ നഷ്ടമാണ്. പൊന്നാനിയിലേക്ക് പണ്ട് ഒരുപാട് കൂട്ടർ ഓടിയിരുന്നു അല്ലേ? വലിയ താമസം ഉണ്ടായിരുന്നോ? 105 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾക്കറിയാം, നമ്മുടെ അമ്മമാരും നമ്മുടെ സഹോദരിമാരും സഹിച്ച വേദന. ആ സഹിച്ച വേദന, അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അവരെ മതം മാറ്റാനും, അതല്ലെങ്കിൽ മതം മാറിയില്ല എന്നുണ്ടെങ്കിൽ ഈ നാട് വിട്ടോ എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി രംഗത്ത് വന്ന സമയത്തും, ഇല്ല ഞാൻ ഹിന്ദുവായിട്ടാണ് ജനിച്ചത്, ഞാൻ ഹിന്ദുവായിട്ടാണ് ജീവിച്ചത്, ഇനി ഞാൻ മരിക്കുന്നതും ഹിന്ദുവായിട്ട് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന ആ മാതാപിതാക്കളുടെ ഈ തലമുറയാണ് നമ്മൾ. ആ മാതാപിതാക്കൾ അന്ന് മതം മാറിയിരുന്നെങ്കിൽ ഇന്നിവിടെ ഹിന്ദുവായിട്ട് നമ്മൾ ഉണ്ടാകുമായിരുന്നോ? ഇവിടെ അർജുനനും അയ്യപ്പനും ശങ്കരനും, അതല്ലെങ്കിൽ സരസ്വതിയും, അല്ലെങ്കിൽ ജിഷയും നിഷയും ഒക്കെ ആയിട്ട് നമ്മളുടെ കുഞ്ഞുമക്കളുടെ ഉണ്ടായിരുന്നോ? ഇല്ലെന്നേ. അപ്പൊ അത്തരത്തിൽ മതം മാറാൻ അന്ന് തയ്യാറാവാതിരുന്ന ധീര സഹോദരരായിട്ടുള്ള നമ്മുടെ പൂർവികർ, ആ പൂർവികർ പകർന്നു തന്ന ധീരത, ആ ധീരതയ്ക്കനുസരിച്ച് ഇനി ജീവിക്കാൻ മുന്നോട്ട് വരാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വരാനിരിക്കുന്ന തലമുറയുണ്ടല്ലോ, ആ തലമുറയ്ക്ക് ഇവിടെ നിന്ന് ഓടാൻ പോലും സമയം കിട്ടിയെന്ന് വരില്ല. നമ്മളൊക്കെ മിച്ചം വന്ന കുറച്ചെങ്കിലുമാണ്. പക്ഷെ മിച്ചം വരാതിരിക്കാൻ അവർക്ക് അവരുടെ ആ ഹിന്ദുവായിട്ട് ജീവിക്കാനുള്ള അവകാശം, ഹിന്ദുവായിട്ട് മരിക്കാനുള്ള അവകാശം, അത് ആത്മസംതൃപ്തിയോടെ, സംസ്കാരത്തോടെ, ക്ഷേത്ര ആചാരങ്ങളും എല്ലാ ആചാരങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ആ അവകാശ പോരാട്ടമാണ് നമ്മളിവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. അതിന് 8 വയസ്സ് മാത്രമുള്ള ഒരു സംഘടന നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ട് പച്ചയ്ക്ക് പറയുന്ന മുദ്രാവാക്യം ഒന്ന് തന്നെയാണ്, അതേടാ ഞാൻ ഹിന്ദുവാടാ എന്ന് തുറന്നു പറയാനുള്ള നട്ടെല്ലുണ്ടല്ലോ, ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ ആ ധൈര്യമുണ്ടല്ലോ, ആ ധൈര്യമാണ് നമ്മൾ ഈ കാണുന്ന ആളുകൾ. നമ്മൾക്ക് ഒരുപാട് ആളുകൾ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കും അല്ലേ? 4-5 ആളുകളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ വന്നിട്ടുണ്ടാകും ഒരാളായിരിക്കും. നോക്കൂ, മലപ്പുറം ജില്ല പോലെയുള്ള ഒരു ജില്ലയിൽ നിന്നാണ് ഞാൻ വരുന്നത്. പച്ചയ്ക്ക് തീവ്രവാദം പറയും ഞാൻ. ഏതാ തീവ്രവാദം? അതേടാ ഹിന്ദു തീവ്രവാദം പറയാൻ ഞാൻ ധൈര്യമായിട്ട് മുന്നോട്ട് വരും. അതേടാ ഞാൻ ഹിന്ദു തന്നെ, ഞാൻ ഹിന്ദുവിന് വേണ്ടി സംസാരിക്കും, ഞാൻ ഹിന്ദുവിന് വേണ്ടി മാത്രമേ പ്രവർത്തിക്കൂ, ഞാൻ ഹിന്ദുവിന് വേണ്ടി മാത്രമേ നിലപാടെടുക്കൂ എന്ന് പറഞ്ഞ് രംഗത്ത് വരാൻ എത്ര ആളുകൾ ഈ രംഗത്തുണ്ടോ, എത്ര ആളുകൾ മുന്നോട്ട് വരുന്നോ, അതിനനുസരിച്ച് മാത്രമേ നമ്മുടെ ഈ നാട്ടിൽ നിന്നും നമ്മൾക്കൊരു പലായനം ഒഴിവാക്കാൻ വേണ്ടി, നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി ഒരു സുദിനം സന്തോഷത്തോടെ ചത്തുപോയതിന് ശേഷം സ്വർഗം സ്വപ്നം കാണുന്ന ആളുകൾക്ക് വേണ്ടി അത് ചത്തുപോയാൽ ആ സ്വർഗം. നമ്മൾക്ക് സ്വർഗം എവിടെയാ? സ്വർഗവും ഭൂമിയിലാ അല്ലേ? സ്വർഗവും നരകവും എവിടെയാ നമ്മൾ കാണുന്നത്? ഈ ഭൂമിയിലാ സ്വർഗവും നരകവും. ആ സ്വർഗവും നരകവും നേടാൻ നമ്മളുടെ മക്കൾക്ക് നേടിക്കൊടുക്കാൻ നമ്മുടെ ഭൂമിയിലുള്ള ഈ അവകാശമുണ്ടല്ലോ, ആ അവകാശം കാത്തു സംരക്ഷിക്കാൻ ഓരോ സ്വാഭിമാനി ഹിന്ദുവുമായി കടന്നു വന്നിട്ടുള്ള നിങ്ങളെ ഏത് ഭാഷയിലാണ് നന്ദിയോടുകൂടി സ്മരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തുടക്കത്തിലേക്ക് വീണ്ടും പോകുന്നു. നിങ്ങളിവിടെ ഇരിക്കുന്ന അണികളല്ല, നിങ്ങളിരിക്കുന്ന സദസ്സിലുള്ള ആളുകളല്ല, നിങ്ങൾ ഓരോ നേതാക്കളുമാണ്. നിങ്ങളുടെ ഇടതും വലതും
അതും മുന്നിലും പിന്നിലുമായിട്ട് 4-ലധികം അല്ലെങ്കിൽ 10-ലധികം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഹിന്ദുവിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്താണോ ആ അടിസ്ഥാന പ്രശ്നത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ആ ഹിന്ദുവിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് ആ ഹിന്ദുവിനെ സംരക്ഷിച്ചുകൊണ്ട് ഹിന്ദു ഏകതാ കേന്ദ്രങ്ങൾ എന്ന നമ്മുടെ വലിയ ലക്ഷ്യമുണ്ടല്ലോ, 5 മുതൽ 50 വരെ വീടുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഹിന്ദുവിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കേണ്ടത്. എന്താ ഹിന്ദുവിൻ്റെ അടിസ്ഥാന പ്രശ്നം? ഹിന്ദുവിൻ്റെ അടിസ്ഥാന പ്രശ്നം മതമാണോ? ഹിന്ദുവിൻ്റെ അടിസ്ഥാന പ്രശ്നം കല്യാണം കഴിയാത്തതാണോ? ഹിന്ദുവിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്താണ്? ഹിന്ദുവിൻ്റെ അടിസ്ഥാന പ്രശ്നം ഹിന്ദുവിൻ്റെ സാമ്പത്തികം തന്നെയാണ്, ഹിന്ദുവിൻ്റെ അടുപ്പ് പുകയാത്തത് തന്നെയാണ്. അയ്യപ്പൻ ജോലിക്ക് പോണത് മമ്മദിൻ്റെ വീട്ടിലാണ്. മമ്മദ് എങ്ങനെയാ കാവി ചരട് കയ്യിൽ കെട്ടുക? കാവി മുണ്ടെങ്ങനെയാ മമ്മദ് കെട്ടുക? മമ്മദ് എങ്ങനെയാ നെറ്റിയിൽ കുറി തൊടുക? മമ്മദ് എങ്ങനെയാ അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ വേദിയിലേക്ക് മമ്മദിനെ കവച്ചു വെച്ചുകൊണ്ട് അയ്യപ്പൻ എങ്ങനെയാ വരാൻ പറ്റില്ല. അപ്പോൾ അയ്യപ്പൻ എന്ന് പറയുന്ന ഹിന്ദുവിൻ്റെ പ്രതിനിധി ഉണ്ടല്ലോ, ആ പ്രതിനിധി സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ആ പ്രതിനിധിക്ക് എന്താണ് പ്രശ്നമെന്ന് നോക്കി പഠിച്ചുകൊണ്ട് ഓരോ ആളുകളുടെയും വീട്ടിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ആ ഹിന്ദുവിനെ സംരക്ഷിച്ച് നെഞ്ചോട് ചേർത്തുകൊണ്ട് നമ്മിൽ ഒരുവനായി കൂട്ടിച്ചേർത്ത് മുന്നോട്ട് പോകുന്ന അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിൻ്റെ ആ വലിയ ആ മനസ്സിലേക്ക്, ആ ചിന്തകളിലേക്കാണ് നിങ്ങൾ എല്ലാവരും കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ ജില്ലകളിൽ നിന്നും വന്നിട്ടുള്ള മാനനീയ വ്യക്തികൾ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നതിനേക്കാളുപരി നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ആ ഒരു വലിയൊരു ഹഗ്ഗോട് കൂടി തന്നെയാണ് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നത്. ആദ്യം ഞാൻ പറഞ്ഞത് തിരിച്ചെടുക്കുക, കുറേ സംസാരിക്കാനൊന്നും സമയമില്ല എന്നുള്ളത്. എത്ര സംസാരിച്ചാലും മതി വരില്ല എന്ന് നിങ്ങൾക്കറിയാം. എത്ര സംസാരിച്ചാലും എനിക്ക് മതി വരില്ല എന്ന് എനിക്ക് സ്വയം തിരിച്ചറിയുന്നു. എൻ്റെ സംസാരങ്ങൾ കേട്ട് നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും എന്തെങ്കിലും മനസ്സിലേക്ക് കടന്നു വരികയാണെങ്കിൽ, അതേടാ ഞാനൊരു ഹിന്ദുവാടാ എന്ന് നട്ടലോടുകൂടി പറയാനുള്ള ആർജവം വരികയാണെങ്കിൽ, ആ ആർജവമാണ് എല്ലാ തീക്ഷ്ണമായിട്ടുള്ള അനുഭവങ്ങളും സഹിച്ചുകൊണ്ട് ഏത് ജയിലുള്ളിലേക്കും കടന്നു ചെന്നുകൊണ്ട് അതേടാ ഞാൻ ജയിലിൽ കിടക്കാനും തയ്യാറാടാ, അതാടാ ഞാൻ എൻ്റെ ഹിന്ദു സഹോദരങ്ങൾക്ക് വേണ്ടി എൻ്റെ രക്തം നൽകാനും ഞാൻ തയ്യാറാടാ എന്ന് എനിക്ക് സ്നേഹത്തോടെ സന്തോഷത്തോടെ മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. വന്ദേ മാതരം. എല്ലാ നല്ലവരായ രാജ്യസ്നേഹികളെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അഖണ്ഡ ഭാരത സങ്കല്പ ദിനത്തോടനുബന്ധിച്ച് അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നത് ദേശരക്ഷാ റാലിയിലേക്ക് എല്ലാ നല്ലവരായ രാഷ്ട്രസ്നേഹികൾക്കും സ്വാഗതം. സനാതന ഹിന്ദു രാഷ്ട്രಕ್ಕೆ, സനാതന ഹിന്ദു ധർമ്മಕ್ಕೆ, ഭാരത് മാതാ കേ, ഭാരത് അഖണ്ഡ ഹോ. മുന്നോട്ട്